ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റൊട്ടി ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല കൂടി പോകണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുളക് പൊടി നമ്മൾ ഇങ്ങനെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തിന് എല്ലാം തന്നെ നല്ലപോലെ തന്നെ കലങ്ങി കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 റൊട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 3 കോഴിമുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ റൊട്ടിയുടെ അളവ് കൂടുതൽ ചപ്പാത്തിയുടെ അളവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. പാലും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ഇതിന് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി, അതുപോലെ ഒരു തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വഴറ്റി എടുക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ എപ്പോഴും വഴറ്റുന്നതാണ്, അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പച്ചയായിട്ട് ഉള്ളി തക്കാളിക്ക് അരിഞ്ഞത് ചേർക്കുന്നേക്കാളും ഇതുപോലെ വഴറ്റിയിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. 1 ടീസ്പൂൺ മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി നല്ല പോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കറിവേപ്പില തന്നെ മതി. നല്ലപോലെ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള റൊട്ടിയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുബൂസിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയാണുള്ളത് എന്നുണ്ടെങ്കിൽ ചപ്പാത്തി വെച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ചേർത്താൽ മതി. പൊറോട്ട ബാക്കി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതിനേക്കാളും കുറച്ചുകൂടെ സമയം വേണം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ കനത്തിലാണല്ലോ നമ്മളിത് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് സമയം നമുക്കിത് ചുട്ടെടുക്കാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് ഓൾറെഡി റൊട്ടിയൊക്കെ നമുക്ക് കുക്കായതാണ് കേട്ടോ. ഒരുപാട് കുക്കാവേണ്ട സാധനങ്ങളൊന്നും ഇതിലില്ല. എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10-12 മിനിറ്റ് എടുക്കുന്നുണ്ട്. നല്ല പോലെ പരത്തിയതിന് ശേഷം കുറച്ച് ചിക്കൻ്റെ പീസസ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ചിക്കനോ ബീഫൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ആക്കിയിട്ടുള്ള ചിക്കനാണ് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 6-7 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ആ ഒരു അടപ്പ് തന്നെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതുപോലെ മറ്റേ ഭാഗം ഒരു 5-6 മിനിറ്റ് നല്ല പോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ 2 ഭാഗം നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഓംലെറ്റ് സൂപ്പർ ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് നല്ല സോഫ്റ്റുമാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് രാവിലത്തെ ചായക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഉച്ചക്ക് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചോറൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ, അതുപോലെ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് കഴിക്കാം, ഡിന്നറായിട്ട് കഴിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വയറ് നിറയുന്ന ഒരു ഡിഷാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ ബാക്കി വരാറില്ല, ആ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇത്. നമുക്ക് രാവിലേക്കോ വൈകുന്നേരത്തിനോ രാത്രിക്കോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ഉള്ളി അരിഞ്ഞത് അതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഇത് വഴറ്റിയെടുക്കാം കേട്ടോ, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാവും. ഇനി ഇതിലേക്ക് നമ്മൾ
ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി ഞാൻ ചേർക്കണില്ല കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ചേർക്കണുള്ളൂ. ഇതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി മസാലയും ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൽ തക്കാളി ചേർക്കണില്ല കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലേക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ അടുത്ത് കറിവേപ്പില എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ. എപ്പോഴും മല്ലിയില ഉണ്ടാവുക, അതുകൊണ്ടാണ് മല്ലിയില ചേർക്കണത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ഫ്രഷ് ആയിട്ട് നമുക്ക് മുറ്റത്തു നിന്നൊക്കെ എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താൽ മതി. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ എത്ര ചപ്പാത്തിയാണ് വേണ്ടത് ബാക്കിയുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അളന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് ഓരോ ചപ്പാത്തിയിലും വെച്ചിട്ട് നല്ല പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിവിടെ 11 ചപ്പാത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ബാക്കിയുള്ള ചപ്പാത്തി, അതാണ് ഞാനൊരു 11ൻ്റെ അളവ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മസാല ഞാൻ പറഞ്ഞല്ലോ, ഈ ഉള്ളി മസാലയിലേക്ക് നിങ്ങൾക്ക് കോഴിമുട്ട പുഴുങ്ങിയത് വേണമെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കന്, ബീഫ്, ഫിഷ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഈ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതും വേവിച്ചിട്ട് ചേർത്തിട്ട് മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. വളരെ ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി. ആ മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയുടെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാലും കൂടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ 2 മുട്ട എടുക്കുക നിങ്ങൾ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാനിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. വളരെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചുരുട്ടി വെച്ചിട്ടുള്ള ചപ്പാത്തി മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം ഈ പാനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ആ പാനിൽ എത്രത്തോളം നിങ്ങൾക്ക് ഫില്ലാക്കാൻ പറ്റും അത്രത്തോളം ഇതിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാനിൽ വെച്ച് കൊടുക്കാം കേട്ടോ. കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് തന്നെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 11 ഈ ഒരു പാനിൽ തന്നെ എങ്ങനെയെങ്കിലും ഞാൻ നിറച്ചിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ വെക്കുക കേട്ടോ, ഗ്യാപ്പ് ഇല്ലാണ്ട് നല്ല പോലെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പ് കത്തിച്ചതിന് ശേഷം വളരെ ചെറിയ തീയിലൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. വേവാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഒരു മുട്ടയുടെ മിക്സ് മാത്രം വേവാനുള്ളൂ. ചപ്പാത്തി ഓൾറെഡി വെന്തതാണ്, ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അടുപ്പിലേക്ക് അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ആ അടപ്പ് കൊണ്ട് തന്നെ നമുക്ക് പാനിലേക്ക് വീണ്ടും അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ മതി. ചട്ടകം വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടെ നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയം നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ചപ്പാത്തി കഴിക്കണ ഒരു ഫീലിംഗ് അല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടും. ബാക്കിയുള്ള ആ ചപ്പാത്തി വീണ്ടും നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോൾ ആർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ആക്കി വരുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.